പ്രിയമുള്ളവരെ, ഒരു കഥ പറഞ്ഞു തുടങ്ങും. ഒരിക്കൽ ഒരു കൂലിപ്പണിക്കാരൻ അദ്ദേഹം പണി ചെയ്യുന്ന വീട്ടിൽ ചെല്ലുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ മുതലാളി അദ്ദേഹത്തിനോട് പറഞ്ഞ ജോലി അവരുടെ പറമ്പിൽ ഒരു വലിയ കുഴിയെടുക്കണം. അപ്പം മുതലാളി കൃത്യമായിട്ട് പറഞ്ഞു, ഇത്ര അടി നീളമുണ്ടാവണം, ഇത്ര അടി വീതി ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞു കൃത്യമായി പറഞ്ഞു. അദ്ദേഹത്തെ ഏൽപ്പിച്ചു, പണിക്കാരനെ ഏൽപ്പിച്ചു. അദ്ദേഹം തൂമ്പയും എടുത്ത് പറമ്പിലേക്ക് പണി ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അദ്ദേഹം പണി ആരംഭിച്ചു. ഇടയ്ക്ക് മുതലാളി വന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തിണ്ണയിൽ നിന്ന് നോക്കും. അപ്പം അയാൾ പണി ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് കിളയ്ക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉച്ചയായി. അദ്ദേഹം ചോറുണ്ണാൻ വേണ്ടിയിട്ടും കുറച്ച് സമയം മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം ഈ മുതലാളി വന്ന് നോക്കുന്നുണ്ട്, അദ്ദേഹം പണി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്ന് തിണ്ണയിൽ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോഴെല്ലാം അദ്ദേഹം ഈ കിളച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ഒരു ചെറിയ സമയം മാത്രം അദ്ദേഹം ഉണ്ണാൻ വേണ്ടി എടുക്കുന്നു. അതിനുശേഷം വീണ്ടും പണി ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ ഏർപ്പെടുന്നു. അദ്ദേഹം എപ്പോഴും നമ്മുടെ മുതലാളി അല്ലെങ്കിൽ ആ ആൾ വന്ന് നോക്കുന്നുണ്ട്, എപ്പോഴും ചെയ്യുന്നു. അങ്ങനെ ഒരു 4-4:30 വൈകുന്നേരം ഒരു 4-4:30-5 മണിയായി. എന്തായി, കുഴി എന്തായി എന്നറിയാൻ വേണ്ടി മുതലാളി പറമ്പിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, കുറേ മണ്ണ് കിളച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഒരു കൂമ്പാരം പോലെ മണ്ണ് കിളച്ചിട്ടിരിക്കുന്നു. കഥയിൽ ചോദ്യമില്ലെന്നൊക്കെ പറയുന്ന പോലെ ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കുറേ മണ്ണിങ്ങനെ കൂമ്പാരം കൂടി കിടപ്പുണ്ട്. പറഞ്ഞ രീതിയിൽ ഒന്നും കുഴിയായിട്ടില്ല. എന്തായിരിക്കും അതിന് കാരണം? ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാണ്, ഇത്ര അടി വീതി വേണം, നീളം വേണം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ കുറച്ച് മണ്ണ് മാത്രം ഇങ്ങനെ കൂടിക്കിടപ്പുണ്ട്. ഞാൻ ഈ ഒരു സംഭവം ഇവിടെ പറയാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, പലപ്പോഴും കുട്ടികളുടെ മാതാപിതാക്കൾ പേരൻസ് മീറ്റിങ്ങിനൊക്കെ അല്ലെങ്കിൽ നമ്മളുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അവൻ അല്ലെങ്കിൽ അവൾ നന്നായിട്ടിരുന്ന് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പഠിക്കാറുണ്ട്, ഒരുപാട് സമയമെടുത്ത് പഠിക്കാറുണ്ട്, പക്ഷേ മാർക്കുകൾ കിട്ടാറില്ല. അതെന്താണ്? ഒരുപാട് സമയം വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കുന്നു, വൈകുന്നേരം പഠിക്കുന്നു, വീട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു സമയം പോലും കളയാതെ പഠിക്കുന്നു, അതൊക്കെ ഒത്തിരി സമയമെടുത്ത് പഠിക്കുന്നുണ്ട്, പക്ഷേ അവന് മാർക്ക് കിട്ടുന്നില്ല, അവർക്ക് മാർക്ക് കിട്ടുന്നില്ല. സാർ, എന്താണ് അതിന് കാരണം? അപ്പം നമ്മൾ വീണ്ടും കഥയിലേക്ക് പോകാം. ആ മനുഷ്യനോട്, ആ പണിക്കാരനോട് ആ മുതലാളി കൃത്യമായിട്ട് പറഞ്ഞിരുന്നതാണ്, ഇത്ര അടി വീതിയുള്ള, ഇത്ര അടി നീളമുള്ള കുഴിയാണ് എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് ആ പണി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. എന്തായിരിക്കും? അതിനകത്ത് കിളച്ച് വീഴുന്ന മണ്ണെടുത്ത് മാറ്റണം. അദ്ദേഹം പറഞ്ഞ അളവിലാണോ എന്നുള്ളതൊരു അളവുകോൽ വെച്ച് നോക്കണം. അതിൻ്റെ നീളം വീതി ഒക്കെ ഉണ്ടോ? അദ്ദേഹം പറഞ്ഞ പോലെ 5 അടിയെങ്കിൽ 5 അടി അത്ര ആയിക്കോട്ടെ, അതൊക്കെ നോക്കണം. അപ്പം നമ്മൾ ആ കുഴിയെടുക്കുന്ന പ്രക്രിയയിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ആ കർഷകൻ, അല്ലെ, ആ ഒരു പണിക്കാരനൊന്നും ശ്രദ്ധിക്കുക. അദ്ദേഹം കിളച്ചു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം രാവിലെ 8 മണിക്കോ അല്ലെങ്കിൽ 8:30-ക്കോ ആരംഭിച്ച് 4-4:30 വരെ കിളയ്ക്കുന്നുണ്ടായിരുന്നു, കഠിനമായി അധ്വാനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ റിസൾട്ട് കിട്ടിയില്ല. ഇതുപോലെയാണ് നമ്മുടെ കാര്യം, നമ്മുടെ ചില കുട്ടികളുടെ കാര്യങ്ങൾ. എന്താണ്? അവർ ഭയങ്കരമായ സമയമെടുത്ത് പഠിക്കാറുണ്ട്, പക്ഷേ അവർക്ക് റിസൾട്ട് കിട്ടാറില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പഠനത്തിലും നമ്മൾ പഠിക്കുന്നത് മാത്രമല്ല, അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അല്ലേ? പഠനം എന്ന് പറയുന്നത് ഒരു പ്രക്രിയയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ പഠനം എന്ന് പറയുന്ന പ്രക്രിയ വളരെ എളുപ്പവും വളരെ രസകരവുമാണ്. ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം പഠനം എന്ന് പറഞ്ഞ പ്രക്രിയ ഒരു വലിയൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കുട്ടികൾക്കൊരു വലിയ ബുദ്ധിമുട്ടായി മാറാറുണ്ട്. അപ്പോൾ ആ പഠനം എന്ന പ്രക്രിയ എങ്ങനെ എളുപ്പമാക്കാം,
അല്ലെങ്കിൽ ആ പഠനമെന്ന് പറയുന്ന പ്രക്രിയയിൽ വേണ്ട ചില കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അത് എങ്ങനെ നമുക്ക് എളുപ്പമാക്കാം, രസകരമാക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലിടും. അടുത്ത വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.